ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 68-ാം വാക്യത്തിൽ സന്ദർശിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിച്ച ചില പ്രവചന സൂക്തങ്ങളാണ് നമുക്ക് 68-ാം വാക്യം മുതൽ താഴോട്ട് വായിപ്പാനായിട്ട് കഴിയുന്നത്. അതിൽ 68-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുന്നു. തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും അവരെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നാണ് ഇവിടെ സഖരിയാവ് പ്രവചിക്കുവാൻ ഇടയായി തീർന്നത്. ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും മറ്റും 106-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് ആ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്. സന്ദർശനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവമൊരുക്കിയ നന്മ കാണുക. 2, തൻ്റെ ജനത്തോടുകൂടെ സന്തോഷിക്കുക. 3, തൻ്റെ അവകാശത്തോടുകൂടെ പുകഴുക. അത് മാത്രമല്ല, 5-ാം വാക്യം, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം നീ ഓർക്കണം. അപ്പൊ ദൈവസന്നിധിയിൽ സന്ദർശിക്കപ്പെടുന്നവർക്ക് ഈ നന്മകളും അനുഗ്രഹങ്ങളും അവർക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല, സഖരിയാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനത്താൽ സന്ദർശിക്കപ്പെടുന്നവർ ദൈവത്തിനൊരു മനോഹര തുരകം ആയിത്തീരും. ആ മനോഹര തുരകം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ ഹോഴ്സ് ഇൻ ദ ബാറ്റിൽ എന്നാണ്. യുദ്ധ പോർക്കളത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു പടക്കുതിരയോട് തുല്യമാക്കി തീർക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ഈ വിധമായ എല്ലാ നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനായിട്ട് നിശ്ചയമായിട്ടും ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ഒരു ദൈവിക സന്ദർശനത്തിനു വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ കാണുവാനും ദൈവിക സന്നിധിയിൽ അവൻ്റെ അവകാശത്തോടുകൂടെ പുകഴുവാനും, മാത്രമല്ല ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ഒരു പടയാളിയെ പോലെ ആയുധവർഗം ധരിച്ച് പോർക്കളത്തിൽ ധീരതയോടെ പോരാടുന്ന ഒരു യുദ്ധസേവ ചെയ്യുന്ന ഒരു പടയാളിയെ പോലെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവിക സന്ദർശനത്തിന് വേണ്ടി സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സന്ദർശിച്ച് ഈ ഭൂമിയിൽ കർത്താവ് നൽകുന്ന നന്മ അനുഭവിച്ചുകൊണ്ട് ഒരു പോർക്കളത്തിൽ കർത്താവെ ധീരപടയാളിയായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.